കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ആരാധനാ ചിന്ത വീണ്ടും നിങ്ങൾക്ക് കൈമാറുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അതിലേക്കായി അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം വായിക്കും. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. എനിക്കുള്ളത് നിനക്ക് തരുന്നു. ആ ഒരു വാചകം എന്നെ ഹഠാത് ആകർഷിക്കുവാനായിട്ടിടയായി. പലരും പറയുന്നത് നമുക്കങ്ങ് ഒന്നുമില്ലെന്നാണ്. നിങ്ങൾക്ക് അമ്മയില്ല എന്ന് പറയുന്നവരുണ്ട്, അതുപോലെ ആത്മാവില്ല എന്ന് പറയുന്നവരുണ്ട്. നിങ്ങൾക്ക് സെമിത്തേരിയുണ്ടോ, അച്ഛനുണ്ടോ, പള്ളിയുണ്ടോ, പട്ടക്കാരുണ്ടോ, ഇങ്ങനെയൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത്. എന്നാൽ നമുക്ക് വല്ലതും ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നമുക്ക് വല്ലതും ഉണ്ടോ? ഉണ്ട്. കുറഞ്ഞ പക്ഷം 4 കാര്യങ്ങളെങ്കിലും നമുക്കുണ്ടെന്ന് വചനം വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ വിസ്താര ഭയത്താൽ പോയിന്റുകൾ മാത്രം ഒന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാം. നമുക്ക് റോമാലേഖനം 5-ാം അധ്യായത്തിലേക്കൊന്ന് വരാം. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം അറിയാവുന്ന വാക്യമാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നമുക്കെന്തുണ്ട്? പത്രോസ് പറഞ്ഞു, എനിക്കുള്ളത് അല്ലെങ്കിൽ നമുക്കുള്ളത് നിനക്ക് തരും. 1, ദൈവത്തോട് സമാധാനമുണ്ട്. എന്താ ദൈവത്തോട് സമാധാനമുണ്ടെന്ന് പറഞ്ഞാൽ? സമാധാനമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധാനക്കേട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊക്കെ നമുക്കറിയാം. അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്നാൽ ദൈവത്തോട് സമാധാനം എന്ന് പറയുന്നത് അതല്പം ഡിഫറൻ്റായ ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തോട് സമാധാനം എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള എൻ്റെ പ്രശ്നം തീർന്നു. മനസ്സിലായോ? ദൈവത്തോടുള്ള എൻ്റെ പ്രശ്നം തീർന്നു, അല്ലെങ്കിൽ എൻ്റെ യുദ്ധം തീർന്നു. നമുക്കറിയാം, നമുക്ക് ദൈവത്തോട് എന്ത് പ്രശ്നമാണ് ഉണ്ടായിരുന്നേ? യെശയ്യാപ്രവചനം 59:2 വായിച്ചാൽ, നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരുന്നത് നിങ്ങളുടെ അകൃത്യങ്ങളത്ര, അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയിരുന്നത് നിങ്ങളുടെ പാപങ്ങളത്ര. മനസ്സിലായോ? അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ ഒരു കാര്യം ഓർക്കണം, നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് കഴിഞ്ഞവരായി, ദൈവത്തോട് സമാധാനമില്ലാത്തവരായി. പാപം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിയിരുന്നു. ഒരു മഹാൻ പറഞ്ഞിരിക്കുന്നത്, സിൻ ഈസ് എസെൻഷ്യലി എ ഡിപ്പാർച്ചർ ഫ്രം ഗോഡ് എന്നാണ്. ദൈവത്തിൽ നിന്നുള്ള അടിസ്ഥാനപരമായ ഒരു അകലമാണ് പാപം, അല്ലെങ്കിൽ ഒരു വിട്ടുപോക്കാണ് പാപം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് രാവിലെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, സ്തോത്രം ചെയ്യാൻ മതിയായ ഒരു ചിന്ത നമുക്കുണ്ട്. എന്താണ്? നമ്മുടെ അകലം മാറി. ആരാ മാറ്റി തന്നത്? നാം വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് വരാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നമ്മൾ തനിയേ അങ്ങ് വന്നതല്ല, യേശുക്രിസ്തു നമ്മെ കൊണ്ടുവന്നതാണ്. യേശുക്രിസ്തു മൂലമാണ് നമ്മുടെ സമാധാനം. അതുകൊണ്ട് നമുക്ക് ഉണ്ട് എന്ന് പറയാവുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? ദൈവത്തോട് സമാധാനമുണ്ട്. ഇനി നമുക്ക് നോക്കാം, എബ്രായ ലേഖനത്തിലേക്ക് വരാം. എബ്രായ ലേഖനത്തിൻ്റെ 10-ാം അധ്യായം, എബ്രായ ലേഖനത്തിൻ്റെ 10-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ നോക്കിയേ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ദേവാലയത്തിന്മേലൊരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട്. കണ്ടോ, നമുക്ക് ആരുണ്ട്? ആദ്യം പറഞ്ഞു നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഇപ്പോൾ വായിച്ചെടുത്ത് പറയുകയാണ്, നമുക്ക്
പിന്നെ ദൈവവുമായിട്ട് അടുക്കാനൊരു മഹാപുരോഹിതനുണ്ട്. എബ്രായ ലേഖനകാരൻ പ്രത്യേകിച്ച് ആ ലേഖനത്തിൽ പറയുന്നത് മെച്ചമായ അല്ലെങ്കിൽ ശ്രേഷ്ഠമായ ഒന്നാമത്തെ അധ്യായത്തിൽ ശ്രേഷ്ഠനായ കർത്താവായ യേശുക്രിസ്തു നമുക്കുണ്ട്. അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. 2-ാം അധ്യായത്തിലും ആ വിഷയം തന്നെ തുടരുന്നുണ്ട്. 3-ാം അധ്യായത്തിൽ അവൻ യോശുവയെക്കാളും മോശയെക്കാളും ശ്രേഷ്ഠനാണ്. അങ്ങനെ ശ്രേഷ്ഠനാണ്, ശ്രേഷ്ഠമായ, ഇതൊക്കെയാണ് എബ്രായ ലേഖനത്തിലെ വിഷയം. നമുക്ക് ശ്രേഷ്ഠനായ ഒരു മഹാപുരോഹിതനുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നുമില്ലെന്നാ ചിലർ പറയാൻ. എന്നാൽ നമുക്ക് സ്വർഗത്തിൽ ഒരു മഹാപുരോഹിതനുണ്ട്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം ഇന്ന് ഈ കഴിക്കുന്ന ആരാധന സ്വീകരിക്കാനായിട്ട് ആ മഹാപുരോഹിതൻ നമ്മുടെ മുമ്പിലുണ്ട്. മനസ്സിലായല്ലോ? നമുക്ക് കൈവച്ചാക്കപ്പെട്ട ഒരു പുരോഹിതന്മാരും ഇന്ന് ആവശ്യമില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു. നമുക്ക് ഇന്ന് യേശുക്രിസ്തുവാകുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനുള്ളത് കൊണ്ട് വേറെ ഒരു പുരോഹിതന്മാരുടെയും ആവശ്യമില്ല. എന്നാൽ ഇത് മനസ്സിലാക്കാതെ പാവങ്ങളായ എത്രയോ ലക്ഷം ജനകോടികൾ ഇന്ന് കൈവച്ചാക്കപ്പെട്ട പുരോഹിതൻ്റെ മുമ്പിൽ പോയി വീണു വണങ്ങുന്നതായിട്ടൊക്കെ നാം കാണുന്നുണ്ട്. നമുക്ക് ഈ സത്യം എപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. മൂന്നാമതായി നമുക്കെന്തുണ്ട്? യോഹന്നാൻ്റെ ലേഖനത്തിലേക്കൊന്ന് വന്നേ. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിലേക്കൊന്ന് വന്നേ. അവിടെ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിലേക്ക് വന്നേ. അവിടെ എന്താണ് വായിക്കുന്നത്? 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, അതിൻ്റെ 2-ാം ഭാഗം. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. ഒന്ന്, നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. 2, നമുക്കൊരു മഹാപുരോഹിതൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ പറയുകയാണ്, നമുക്ക് ആരുണ്ട്? യേശുക്രിസ്തു എന്ന നീതിമാനായ കാര്യസ്ഥനുണ്ട്. ആരാ കാര്യസ്ഥൻ? അഡ്വക്കേറ്റ് എന്നാണ് പല ഭാഷാന്തരത്തിലും നാം കാണുന്നത്. നമുക്കൊരു അഡ്വക്കേറ്റ് ഉണ്ട്. എന്തിനാണ് അഡ്വക്കേറ്റ്? കേസ് വാദിക്കാനാണ് അഡ്വക്കേറ്റ്. നമുക്ക് വേണ്ടി വാദിക്കാൻ ഒരാളുണ്ട്. നമ്മുടെ ഈ ആരാധനയിൽ തന്നെ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മഹാപുരോഹിതൻ, ആ കാര്യസ്ഥൻ നമുക്ക് വേണ്ടി വാദിക്കും. ആരോട് വാദിക്കും? ദൈവത്തോട് വാദിക്കും. അതുകൊണ്ട് പേടിക്കാനായിട്ടില്ല. നമുക്ക് ധൈര്യപ്പെടാം. കർത്താവിൽ നമുക്ക് ശരണപ്പെടാം. നമുക്ക് ഈ ആരാധന ധൈര്യത്തോടെ സമർപ്പിക്കാം. നമ്മുടെ മഹാപുരോഹിതൻ നമുക്കുണ്ട്. അവസാനമായിട്ട് 2 കൊരിന്ത്യർ 5:1 നാം വായിക്കുന്നുണ്ട്, നമുക്കൊരു ഭവനമുണ്ട്. കൂടാരമായ നമ്മുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണി അല്ലാത്തതായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം നമുക്ക് സ്വർഗത്തിലുണ്ട്. നമുക്കെന്തുണ്ട്? നമുക്കൊന്നുമില്ലെന്നാണ് പലരും പറയുന്നത്. പക്ഷേ നമുക്ക് സ്വർഗത്തിലൊരു കെട്ടിടമുണ്ട്. നമുക്കതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ.